ഗായ്സ്, കാട്ടുതീ വരും പേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇപ്പം അത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിനോടടുത്തുള്ള പറമ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ട് ഇല്ല, അവിടെയാണേ, അവിടെ പുകയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തീയൊന്നും കാണത്തില്ല. ഞങ്ങളുടെ പറമ്പൊക്കെ അതിൽ തെളിച്ച് വെച്ചേക്കാണ്. നോക്കാം, അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അവിടെ പുകയുന്നുണ്ടോ? നമ്മുടെ ഇവിടുന്ന് ഇത്രത്തോളം ദൂരമുണ്ട് അവിടെ വരെ. ഞാൻ അതുകൊണ്ട് ഇതുവഴിയാണ് കയറി പോകുന്നത്. അപ്പു ചാടി ഓടി പോകുന്നുണ്ട്. പോത്ത് അവിടെ നിൽപ്പുണ്ട്. ഇതുവഴിയൊക്കെ ചാടി പോകുന്നുണ്ട്. ഇവിടെ കൂടെ കയറിയിട്ടൊക്കെ കുറേ നാളായി കേട്ടോ. എന്താണെങ്കിലും പോയി നോക്കുക. അമ്മയും പാപ്പായും ഇരുമ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും എൻ്റെ വീഡിയോഗ്രാഫിയുമായിട്ട് ഞാനും അങ്ങോട്ടേക്ക് ഒന്ന് നീങ്ങുവാണേ. എന്താവുമെന്നൊന്നും അറിയത്തില്ല. നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇനി നോക്ക്. അയ്യോ മൈ ഗോഡ്, സൂര്യൻ കണ്ടോ? സൺസെറ്റ് വ്യൂവും കൂടെ ആ പാറയിൽ പോയാൽ ഇപ്പം നല്ല കിട്ടുകാച്ചി സൺസെറ്റ് വ്യൂ കിട്ടും കേട്ടോ. ഞാൻ പോകുന്നത് കണ്ടിട്ടെ ഈ കൊച്ചവന്മാരും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ബാടാ, നമുക്ക് എന്താ അവിടെ അവസ്ഥയെന്ന് നോക്കാം. എന്താണേലും പോയി. ഗൈസ്, ഞങ്ങളുടെ പറമ്പൊക്കെ നോക്ക്, നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങോട്ടപ്പോൾ തീ വരുമെന്ന് നമുക്ക് നോക്കണ്ട. അവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട്. കാടും വെട്ടി തെളിക്കത്തില്ല, കാട് കയറ്റിയിട്ട് കാട് വളർത്തുകയാണ് അവർ. പ്രയോജനമുള്ള ആർക്കെങ്കിലും കൃഷി ചെയ്യാനും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കിടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് തീ കയറിയേക്കുന്നത് കേട്ടോ. ഹായ് പൂത്തൂട്ടാ, ഒരു ഹായ് കൊടുക്കടാ. ഞാനും പൂത്തൂട്ടനും ഇവനെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. പൂത്തിൻ്റെ പേര് കണ്ണൻ. കണ്ടു കഴിഞ്ഞാൽ പന്നിയെപ്പോലെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ താഴെ നോക്കുമ്പോൾ എന്തുവാണ് നീ ചോദിക്കുന്നത്? പോത്തിനോട് അവൻ ഏതാണ്ടൊക്കെ ചോദിക്കുന്നു കേസ്. അയ്യോ, അവൻ ഉമ്മ കൊടുക്കുന്നു. നമ്മൾ പോകുന്ന വഴികളാണ് ഇതൊക്കെ. ഞാൻ വേണ്ട ഒന്നുകൂടെ വീടിരിക്കുന്നിടം കാണിച്ചു തരാം. അതാണ് നമ്മുടെ വീടിരിക്കുന്നുണ്ട്. വഴി ഇങ്ങനെ പോകണം. ഇതിലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. ഇതൊരു മാവാണേ. പ്രാവശ്യം ഇത് കായ്ച്ചിട്ടുണ്ട്. കണ്ട്, കണ്ണിമാങ്ങ, നല്ല കെട്ടുക്കാച്ചി കണ്ണിമാങ്ങ. പറിച്ചാൽ അമ്മ വരെയൊക്കെ പറയായിരിക്കും. ഉണ്ട്, ആവശ്യത്തിനൊക്കെ ഉണ്ട്. കുറേ മാവുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഇതുവഴി പോയാൽ അപ്പുറത്ത് ചെല്ലും. അപ്പോൾ ഇതുവഴി പോവാം. ഇപ്പോൾ ഇവിടെയൊക്കെ 2-3 മാവൊക്കെ ഉണ്ടായിരുന്നേ. ഇതുപോലെ വലിയ ഉണക്ക് വരുമ്പം ഇതുങ്ങൾക്ക് വെള്ളം ഇല്ലാതാകാം. നമുക്ക് ഇത്രയും കയറ്റത്തിൽ വന്ന് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഫുൾ ഉണങ്ങിപ്പോൾ. എൻ്റെ ദൈവമേ ഗൈസ്, അവിടെ ഭയങ്കര വലിയ തീയാട്ടോ. ഞാൻ ആ തീക്കകത്തോട്ടാണോ പോകുന്നത്? അയ്യോ, ഇവിടെയൊക്കെ വേണ്ട. നമ്മുടെ ഇവിടെയൊക്കെയാന്ന് പറയുമ്പോൾ ബാക്ക് ഫുള്ള് ബൗണ്ടറി തെളിച്ചിട്ടേക്കുവാണേ. തീ താഴോട്ട് ഇറങ്ങത്തില്ല എന്നൊരു ധൈര്യമുണ്ട്. പപ്പായും അമ്മയും അവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ഈ വലിയ തീയൊന്നും ഉണക്കാൻ പറ്റത്തില്ല. ഫയർഫോഴ്സ് വന്നാലും അടിച്ചു കിടത്താനൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന പോലെ സെയിം പ്രൊസീജിയറാണേ. ഇവിടെ ഫുൾ ഇപ്പോൾ ഉണങ്ങി വരണ്ടിരിക്കുവാണേ. കണ്ടോ? ഈ ഗോയ്സ്, നമ്മളങ്ങനെ മലമുകളിൽ ഇങ്ങ് പാറപ്പുറത്ത് കയറി വന്നിട്ടുണ്ട് തീ കാണാൻ. തീ ആ വസ്തുവിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, കൃഷികളോ ഒന്നുമില്ല. കട്ടുപടലില്ലേ, ഞാൻ കാണിച്ചിട്ടില്ലേ കട്ടുപടൽ, അതാ കൂടുതലേ. കട്ടുപടൽ. അയ്യോ, വീടങ്ങ് കത്തിപ്പോവല്ലേ. അതുകൊണ്ട് തീ ഞാൻ കാണിച്ചു തരാം. പപ്പ അവിടെ നിൽപ്പുണ്ടേ, പൗഡർ തെളിച്ചോണ്ടേ. ഇപ്പോൾ കത്തുന്നത് അവിടാണേ. വീട് മേൽക്കൂരൊന്നും ഇല്ലാത്ത വീടാ. കണ്ടോ? മലവാഴ അവിടെ കൂടുതൽ നിൽക്കുന്നത്. അത് അങ്ങോട്ടങ്ങ് കത്തിപ്പോത്തേ ഉള്ളൂ. ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന റോഡാണേ. പിന്നെ ഇവിടെ വലിയൊരു മരക്കൊമ്പുണ്ട്. അവിടെ എപ്പോഴും നിൽക്കുമ്പം പപ്പ പറയാം അവിടെ സൂക്ഷിച്ച് നിൽക്കണം, ഈ മരക്കൊമ്പ് ഒടിഞ്ഞ് വീഴുന്നു. വർഷങ്ങളായിട്ട് പറയുന്നതാണ് കേട്ടോ. കെട്ടുക്കാച്ചി വ്യൂ ആണേ. ഒപ്പം തീയും വലിയ തീയൊന്നുമില്ല, കാരണം മഴ പെയ്ത് നനഞ്ഞ് കിടക്കുമല്ലേ. അതുകൊണ്ട് അധികം ആളി കത്തത്തില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇവന്മാരും ഇവിടെ എത്തിയോ? ഓടി ഇപ്പം ആരെങ്കിലും കണ്ടാൽ പറയുമ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് തീ ഇട്ടതാണ്. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന തീയാണെന്ന് ശിവനച്ഛനും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങളിപ്പോഴാണ് ഇത് കണ്ട് കയറി വരുന്നത് കേട്ടോ. വലിയ തീയാണ് അവിടെ. ഞങ്ങൾക്ക് എങ്ങനെ കെടുത്താനാ? പപ്പ നമ്മുടെ പറമ്പിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ബൗണ്ടറി തെളിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പാവം കഷ്ടപ്പെട്ട് പപ്പ. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ റബ്ബറാണ്. പപ്പ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇത്രയും തെളിച്ച് വെക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഈ വെട്ടുന്ന റബ്ബറെ നിറച്ചും കുരുമുളക് കൊടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ തീ കയറിക്കഴിഞ്ഞാൽ വൻ നഷ്ടമാണ്. ഞങ്ങളുടെ റബ്ബർ തോട്ടമാണ് ഇത്, അവിടെയാണ് വീട്. അപ്പോൾ
ആ കാലായിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗുണമുള്ള ഒന്നുമില്ല. തീ താഴോട്ട് ഇറങ്ങിയിരിക്കാൻ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, അക്കരയിലോട്ടും കയറാതിരിക്കാൻ. ഇവിടെയൊക്കെ വലിയ വനമാണ്, ഇവിടെ ഒന്നുമില്ല, അതായത് ആദായമായിട്ടൊന്നുമില്ല. ചുമ്മാ കട്ടുകടൽ കയറി കിടക്കുക കേട്ടോ. അതൊക്കെ മലവാഴയാണ് കേട്ടോ. പിന്നെ വെറുതെ കാട് കയറി കിടക്കുക, വല്ല പാമ്പും അല്ല പുലിയൊക്കെ ചാടി വന്നാലേ ഇനി ഉള്ളൂ ആ തീക്കകത്തൂടെ. അതിനാണ് പപ്പ ഇങ്ങോട്ട് കയറാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത്ര ഹൈറ്റിലാണ് ഞാനും പപ്പായൊക്കെ നിൽക്കുന്നത്. എൻ്റെ കൂടെ വേണ്ട ഇവന്മാരും വന്നിട്ടുണ്ടേ. ഡാ ഒരു പോസ് ചെയ്യടാ. ഗായ്സ് വമ്പച്ച തീയാണ് ഗായ്സ്, വരണം കാണണമെങ്കിൽ. ഇതോ കണ്ടോ, പുകയാണ്, ഭയങ്കര പുക. ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടില്ല, അത് കുറേ ദൂരെയാണേ. ഇതുവഴി ഒന്ന് പോയി നോക്കട്ടെ. ഇങ്ങോട്ട് ഇവിടെയൊക്കെ വകഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറത്തില്ലെന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇതൊക്കെ തീയാണേ. അച്ഛൻ കോലിഞ്ചിത്തണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പപ്പാ ഇങ്ങോട്ട് ഇറങ്ങുക, പോകണ്ട അങ്ങോട്ട്. അച്ഛനുണ്ട് അവിടെ കോലിഞ്ചിത്തണ്ട് വെച്ച് അടിക്കുന്നുണ്ടേ. ഇവിടെ വന്നപ്പോൾ കണ്ടാണ് കേട്ടോ, നല്ല മണം, മുല്ലപ്പൂവിൻ്റെ അതേ മണം കേട്ടോ. ഇത് കാട്ടുമുല്ല മണപ്പിച്ച് പോണ്ടല്ലോ, പിച്ചിയുടെ മുല്ലയുടെ ഒക്കെ സെയിം മണം കേട്ടോ. നല്ല സൂപ്പർ മണം. എന്താണേലും കാട്ടിലെ താമരക്കുളം, പായൽ പിടിച്ച താമരക്കുളമാണ്. എന്തൊക്കെയോ കൃമികളാണെന്ന് തോന്നുന്നു താകുന്നുണ്ട് കണ്ടോ. നല്ല കാടാണേ. ഇവിടെ തീ കയറിയപ്പോൾ മൊത്തം അടിച്ച് കെടുത്തി കണ്ടോ. ഈ കോലിഞ്ചിത്തണ്ട് വെച്ച് മൊത്തം അടിച്ച് കെടുത്തി പുകയത്ത്. സന്ധ്യ ആയതുകൊണ്ടേ ഞാൻ പിന്നെ അതേ നേരം എടാ വിടടാ, എൻ്റെ ഉടുപ്പേന്ന് വിടറാ. ഷോ എന്നെ കടിച്ച് വലിക്കുകയാണ്. ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നു കേട്ടോ. ഇന്നത്തെ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സൂപ്പർ ചാറ്റ് ചെയ്യുക ഗായ്സ്. ബൈ ബൈ.